എന്താണ് അതിലെ തടസ്സം എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ആഭ്യന്തര വകുപ്പ്, പോലീസ് ഒക്കെ ഒരു സംസ്ഥാനത്ത് പല രീതിയിലുള്ള യോഗങ്ങൾ, ചർച്ചകൾ, കൂടിയാലോചനകൾ, കൂടിക്കാഴ്ചകളൊക്കെ നടത്തുന്നുണ്ടാകും. അതൊക്കെ ആരെങ്കിലുമൊക്കെ രാഷ്ട്രീയമായി പ്രതിപക്ഷമൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ തന്നെ മുഖ്യമന്ത്രി വന്ന് അതൊക്കെ എടുത്ത് പുറത്തേക്കെടുത്ത് കാണിക്കുക, പറയുക എന്ന് പറയുന്നൊരു ശീലമുണ്ടോ? അത് വേണോ? അല്ല, ഇതിനകത്ത് പല വശങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. നോക്കൂ, ADGP RSSൻ്റെ നേതാവിനെ കണ്ടു. വളരെ പേഴ്സണലായിട്ടുള്ളൊരു വിസിറ്റായിരുന്നു അതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ പേഴ്സണൽ റീസൺ എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പം ഇവർ കോൺഗ്രസ് പറയുന്നത് എന്താണ്? ADGP RSS നേതാവിനെ കണ്ടതിന് മറുപടി മുഖ്യമന്ത്രി പറയണം. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ വിസിറ്റ് പേഴ്സണൽ ആയിരുന്നുവെന്ന്. പേഴ്സണലായിട്ടുള്ള വിസിറ്റിനെ കുറിച്ച് എങ്ങനെയാണ് മറ്റൊരാൾക്ക് പറയാൻ പറ്റുക? മറ്റൊരാൾക്ക് ആരോപിക്കാം. ഇപ്പൊ ശ്രീകുമാരി ചേട്ടൻ ആരോപിച്ച പോലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ലാൽകുമാർ, ഞാനും വാർത്ത മാത്രമേ കണ്ടുള്ളൂ. വാർത്ത പറയുന്നത് ഞാൻ പകുതി വിശ്വസിക്കത്തില്ല. ഉള്ള കാര്യം ഉള്ളവർ പറഞ്ഞുള്ളൂ. നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ എനിക്ക് 1% പോലും വിശ്വാസമില്ല. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അതിൻ്റെ ഞാൻ പറഞ്ഞ് നിർത്തിയ പോയിന്റ് നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇടപെട്ടാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മുഖ്യമന്ത്രി മറുപടി പറയണം എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം, അല്ലേ? ഞാൻ ഡോക്ടർ ലാൽ എന്ന് പറയുന്ന ഒരാളെ, ഞാനൊരു ബ്യൂറോക്രാറ്റാന്നിരിക്കട്ടെ, ഒരു പോലീസ് ഓഫീസറാന്നിരിക്കട്ടെ, ഞാൻ ഡോക്ടർ ലാലിനെ വന്ന് കാണുന്നു. ഡോക്ടർ ലാലുമായി ഞാൻ എന്ത് സംസാരിച്ചു എന്നുള്ളതിന് മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹമാണ് അതിന് മറുപടി പറയേണ്ടതായിട്ടുള്ളത്. അദ്ദേഹത്തിന് മാത്രമേ മറുപടി പറയാൻ പറ്റൂ. രാഷ്ട്രീയമാണോ സംസാരിച്ചത്, രാഷ്ട്രീയമല്ലയോ സംസാരിച്ചത്? നമുക്ക് ആരോപണങ്ങൾ ചുമ്മാ ഉന്നയിക്കാൻ പറ്റും. അത് അദ്ദേഹം പുറത്ത് പറയാത്തിടത്തോളം കാലം, ഈ പറയുന്ന ADGP പുറത്ത് പറയാത്തിടത്തോളം കാലം അതിന് വലിയ പ്രസക്തിയില്ല. ഞാനൊരു 2 ആരോപണം അങ്ങോട്ട് തിരിച്ചുന്നയിക്കാം. അപ്പോൾ ഇച്ചിരി ക്ലിയർ ആവും. നോക്കൂ, കഴിഞ്ഞ ദിവസം അൻവർ വിട്ട ഓഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, സോളാർ പ്രതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സോളാർ വിഷയത്തിനകത്ത് CBIയെ സ്വാധീനിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന സാക്ഷിയെ സ്വാധീനിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് വളരെ വ്യക്തമായി കേട്ടതാണ്. അവരെ മൊഴി മാറ്റാൻ പ്രേരിപ്പിച്ചതുമാണ്. ആര് പ്രേരിപ്പിച്ചു എന്നാണ് പറഞ്ഞത്? ADGP ആണ് പറഞ്ഞിരിക്കുന്നത്. ആണല്ലോ, അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഇതും കിടക്കുന്നത്. അങ്ങനാണെങ്കിൽ CBIയെ സ്വാധീനിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ അപ്പുറത്ത് ആരെയാണ് പിടിച്ചതെന്ന് നിങ്ങൾ പറയണ്ടേ? ഞാനത് ആവശ്യപ്പെടുന്നൊന്നുമില്ല. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. CBI എന്ന് പറയുന്നത് ഇപ്പോൾ BJPയുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. CBI വളരെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. CBI ഒരു കേജ്ഡ് പാരറ്റ് എന്നുള്ള അവസ്ഥയാണ്. അത് കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പം ജസ്റ്റിസ് അൽത്തമാസ് കബീർ പറഞ്ഞതാണ് കേജ്ഡ് പാരറ്റ് എന്ന് CBI വിളിച്ചത്. അങ്ങനെ കേജ്ഡ് പാരറ്റിനെക്കാട്ടിലും കഷ്ടമായിട്ട് നിൽക്കുന്ന ഒരു CBI ആണ് ഇന്ന് നാട്ടിലുള്ളത്. ആ CBIയെ സ്വാധീനിക്കാനും അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിയെ സ്വാധീനിക്കാനും അവരിലേക്ക് എത്താനും ഒക്കെ നിങ്ങൾക്ക് അപ്പുറത്ത് ഏതായിരുന്നു കോണ്ടാക്ട്? ഏത് രാഷ്ട്രീയ വഴിയിലൂടെയാണ് നിങ്ങൾ എത്തിയത് എന്നുള്ളൊരു ചോദ്യം അവിടെ കിടപ്പില്ലേ? KC വേണുഗോപാൽ പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. KC വേണുഗോപാൽ പറഞ്ഞ് സ്വാധീനിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരോപണം ഇപ്പം ഒരെണ്ണം വന്നില്ലേ തിരിച്ച്? ഇതിപ്പം KC വേണുഗോപാലിനോട് ചോദിച്ചാൽ KC വേണുഗോപാൽ പറയുമോ? അല്ലെ ആരോട് ചോദിക്കും? ആര് വിശദീകരിക്കണം? അൻവറിൻ്റെ ഓഡിയോയ്ക്കകത്ത് മറ്റൊരാൾ പറഞ്ഞതാണ്. അതിന് KC വേണുഗോപാൽ എന്തിനാ മറുപടി പറയുന്നൊരു ചോദ്യം ഞാൻ ചോദിക്കാം. KC വേണുഗോപാൽ മറുപടി പറയണം. കൈമലത്തി കാണിക്കാനേ പറ്റൂ. അതുതന്നെയാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും സംഭവിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല. അതൊരു ആരോപണമാണ്. അദ്ദേഹം ചെയ്തിട്ടില്ലെങ്കിൽ ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയാം, മിണ്ടാതിരിക്കാം. കാര്യം മുഖ്യമന്ത്രിക്ക് ഇതിൻ്റെ ഒന്നും പുറകെ പോകേണ്ട കാര്യമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനങ്ങൾ എന്നെ കേൾക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് CPIൻ്റെ ആരും പ്രതികരിച്ചിട്ടില്ല. സംസ്ഥാന സെക്രട്ടറി മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ. ഒറ്റ ഡോറിൽ കൂടിയാണ് നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടുന്നത്. ഗോവിന്ദ മാസ്റ്റർ നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ആരും ഇതുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ അറിവിലില്ല. പിന്നെ എന്നെ പോലുള്ള ആൾക്കാരാണ് ഈ സഹയാത്രികർ, CPMനെ സ്നേഹിക്കുന്ന അല്ലെ CPMൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അത്ര അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് കൂടുതൽ നിങ്ങൾ ആരോപണം ഇപ്പം തിരിച്ച് എത്ര ആരോപണം സതീഷിനെതിരെ പറഞ്ഞു? സതീശൻ മറുപടി പറഞ്ഞോ? അല്ല, സതീശൻ ഈ പറയുന്ന മുഖ്യമന്ത്രി പറയുന്ന പോലെ പ്രതിപക്ഷ നേതാവും മറുപടി പറയണ്ടേ? പറഞ്ഞോ? ഇല്ല. അപ്പം നിങ്ങളുടെ ആരോപണം മുഖ്യമന്ത്രിക്കെതിരാണെങ്കിൽ
മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പറയുന്നതിന് വലിയ യോജിപ്പൊന്നും പക്ഷേ എനിക്കില്ല ലാൽകുമാർ, എന്ന് തന്നെയാണ് അതിനേക്കാൾ പറയുന്നത്. വളരെ അദ്ദേഹം അവിടെ ഓഫീസിൽ ഇരിക്കുന്നു. പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം പി വി വന്ന ഒരു അൻവർ കാര്യം കൂടി പറഞ്ഞ ഞാൻ പറയാം. കാര്യം. പി വി അൻവർ പറഞ്ഞ കാര്യം, ഈ പറയുന്ന ADGP RSS നേതാവിനെ കണ്ടത്, പി വി അൻവർ പറയുന്നത് അദ്ദേഹത്തിന് അറിയാവുന്നത് അത് VD സതീശന് വേണ്ടിയിട്ടാണ്, പുനർജനി കേസിൽ ED അന്വേഷണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു ചർച്ച പോലും നടക്കുന്നില്ല നാട്ടിൽ. അതിന് മുമ്പാണ് മുഖ്യമന്ത്രിയുടെ തലയിലേക്ക് ഇത് വരുന്നത്. അതാണല്ലോ പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നോക്കൂ, മുഖ്യമന്ത്രി മറ്റൊരാൾ നടത്തിയ ഒരു ആരോപണത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയുകയും വേണം. അതേ സ്ഥാനത്ത് അൻവർ ഉന്നയിച്ച ആരോപണത്തിന് ഡയറക്റ്റായിട്ട് സതീശന് എതിരെ ഉന്നയിച്ചതിന് VD സതീശന് മറുപടി പറയണ്ട. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം, എന്ന് വെച്ചാൽ കഴിഞ്ഞ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം കോൺഗ്രസിൻ്റെ തോൽവിയെക്കാട്ടിലും വലുതായി മാധ്യമങ്ങൾ എടുക്കുന്നത് ഇതൊരു മാധ്യമങ്ങളുടെ തോൽവിയായിട്ടാണ്. കാര്യം മാധ്യമങ്ങൾ എല്ലാ പണിയും എടുത്തിട്ടും വീണ്ടും തോറ്റുപോയത് അവർക്കൊരു ബുദ്ധിമുട്ട് അതിനകത്തുണ്ടായിട്ടുണ്ട്. എന്തെല്ലാം കഥകളാണ് വന്നു വരുന്നത്, നമ്മുടെ മുന്നിൽ വരുന്നത്. ഇന്നലെ ഒരു പോലീസ് ഓഫീസർ, ഒരു DYSPക്കെതിരെ ഒരു ആരോപണം വരുന്നു. ഒരാരോപണമാണ്. ഞാനത് എടുത്തു പറയുന്നതിന് കാരണം ആ മനുഷ്യൻ്റെ കൂട്ടത്തിൽ ഈ സാഹചര്യത്തിൽ നിൽക്കണം എന്ന് തോന്നുന്നുകൊണ്ടാണ്. അദ്ദേഹം ഒരു അപ്രൈറ്റ് ഓഫീസറാണെന്നാണ് പറയുന്നത്, നല്ല ഓഫീസറാണെന്നാണ് പറയുന്നത്. അത് വേറൊരു കേസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ മാധ്യമപ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ ഇത് എവിടെ പോയി നിൽക്കും, എവിടെ അവസാനിക്കും? അപ്പം മാധ്യമങ്ങൾ പറയുന്നത് അതൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മാധ്യമങ്ങളിൽ വാർത്തയിൽ വന്നല്ലോ, വാർത്തയിൽ ഇപ്പം ഈ നാട്ടിൽ ഒരു വഴി കൂടെ ഈ MC റോഡിൽ ഒരു പട്ടി ചത്ത് കിടന്നു കഴിഞ്ഞാൽ ആ പട്ടി ചത്ത് കിടന്നവരെ മാധ്യമങ്ങളുടെ വാർത്തയാണ്, ബ്രേക്കിങ്ങാണ്. അതിനൊക്കെ നമ്മളതിനെ മറുപടി പറയുന്നത്, അതിനൊക്കെ മറുപടി പറയായിക്കല്ലേ മുഖ്യമന്ത്രി? നോ, നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന ഒരു സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് നിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റുക. ഈ പറയുന്ന ADGP മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് പോയത്, ഇന്നത് കാര്യങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ മുന്നിൽ വെച്ചാണ് അദ്ദേഹം സംസാരിച്ചതെന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനൊരു ചെറിയ മെറിറ്റ് കൊടുക്കാം. അതല്ലാതെ അദ്ദേഹം മറ്റൊരാളെ കാണാൻ പോയി, അതിന് നമ്മൾ മറുപടി പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പം അങ്ങനെയാണെങ്കിൽ ഒരാൾക്കും കാണാൻ പോകാൻ പറ്റത്തില്ല. നിങ്ങൾ പറഞ്ഞ മുഖ്യമന്ത്രി കാണാൻ പോകാന്ന് പറഞ്ഞാൽ ശരി. ഇപ്പം ഇന്നലെ ഞാൻ ചർച്ചയിൽ കൂട്ടത്തിൽ പങ്കെടുത്ത BJP നേതാവിൻ്റെ കാര്യം എടുക്കുക. ഒരു ഉദാഹരണം ഞാൻ പറയുന്നു. ആ BJP നേതാവ് പിന്നെ RSS നേതാവിനെ പോയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള മറുപടി ഞാൻ പറയണമല്ലോ അല്ലേ? അല്ലേ ശ്രീകുമാറിയേട്ടൻ പറയണോ? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. മിണ്ടായിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരെന്താണെന്ന് വെച്ചാൽ പറഞ്ഞോട്ടെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇതിനെയൊക്കെ വലിയ കനമായിട്ട് എടുക്കേണ്ട കാര്യമേ ഇല്ല. മുഖ്യമന്ത്രി മറുപടി പറയണം, മുഖ്യമന്ത്രി രാജിവെക്കണം, ഇതൊക്കെ രാവിലെ വൈകുന്നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളതൊക്കെ ഇങ്ങനെ കേൾക്കും, കൊള്ളാമല്ലോ എന്ന് മാത്രം പറയാന്നുള്ളതേ ഉള്ളൂ. അതിൽ കൂടുതൽ വലിയ വിലയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ലാൽകുമാർ, ഞാൻ വരാം.